Good morning, students. In the last sessions, we were discussed about profitability ratios based on sales. And today we are going to discuss about profitability ratios based on investment. These ratios are overall profitability ratios, and these ratios are computed on the basis of the investment in business. And the important profitability ratios based on investment are return on investment ratio, return on shareholders fund, return on equity capital, and return on total assets. These are the important profitability ratios based on investment. Let us discuss one of them, that is return on investment, ROI. When a firm invests money in a business, it wants to know how much profit is running on its investment. It's for knowing this return on investment is computed. And return on investment measures the overall profitability, and it establishes the relationship between profit or return and investment. Relationship between profit and investment. It's also called accounting rate of return or return on capital employed. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്സിന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ എന്തെങ്കിലും റിട്ടേൺ ഉണ്ടോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, ആ ഒരു റിട്ടേണിനെ കുറിച്ച് അതിൻ്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും അതെന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ്? റിട്ടേൺ എക്സ്പെക്ട് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റിട്ടേൺ തന്നെയാണ്. അപ്പോൾ ആ ഒരു റിട്ടേൺ എങ്ങനെയുണ്ട്, ആ ഒരു ഓവറോൾ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയുണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേണും ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതിന് വേറൊരു പേര് കൂടിയുണ്ട്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നും പറയപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇങ്ങനെ രണ്ട് രീതിയിലും ഇത് ഈ റേഷ്യോ അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അത് കാണാനുള്ള ഇക്വേഷൻ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. ഇതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. അതുപോലെ തന്നെ ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്ന് പറയുന്ന ഈ ഒരു ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ രണ്ട് റേഷ്യോ മെർജ് ചെയ്തിട്ട് വന്നാണെന്ന് സാധാരണ പറയാറുണ്ട്. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും അതുപോലെ തന്നെ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയും കൂടെ മെർജ് ചെയ്തിട്ടാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ സാധാരണയായിട്ട് സംഭവിക്കാറുണ്ട്. നമുക്കത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ്ലി എങ്ങനെയാണ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാണുക? ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസും ക്യാപിറ്റൽ എംപ്ലോയ്ഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണുന്ന റേഷ്യോ ആണ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇനി ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്തതാണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റേഷ്യോസും ക്ലബ് ചെയ്താൽ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ കിട്ടുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. Okay, the return on investment can be derived as a product of capital turnover ratio and operating net profit ratio. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. അപ്പം നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എങ്ങനെയാണ് കാണുന്നത്? ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്. ഓക്കെ, അപ്പോൾ സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇൻറ്റു ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. സോ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇൻറ്റു ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു ഇക്വേഷനിൽ സെയിൽസ് രണ്ടും എന്ത് ചെയ്യും? സെയിൽസ് രണ്ടും വെട്ടിപ്പോവും അല്ലേ? അപ്പോൾ ബാലൻസ് പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ സെയിൽസ് രണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റും അതുപോലെ തന്നെ
ക്യാപിറ്റൽ എംപ്ലോയിഡ് മാത്രം. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100 എന്ന ഇക്വേഷൻ ആവും. അപ്പോൾ അത് തന്നെയാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് തന്നെയാണ്. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷനിലുള്ള രണ്ട് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഏതൊക്കെയാണ്, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് അല്ലേ. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മാത്രം കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. ഇനി അതല്ല നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റും ടാക്സും കൂടെ ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ഓക്കെ, എങ്ങനെയാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കുക, അതല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റും ടാക്സും കൂടെ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു എലമെൻറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ഓക്കെ, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് തരാം, അതല്ലെങ്കിൽ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡും നിങ്ങൾക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പം ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇറ്റ് ഈക്വൽസ് ടു ദി ടോട്ടൽ അസറ്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ്. ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും കൂടി ചേരുന്നതാണ് എന്ത്, ടോട്ടൽ അസറ്റ്. ടോട്ടൽ അസറ്റിനെയാണ് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇനി നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ അസറ്റ്സിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ക്യാപിറ്റൽ കിട്ടും, നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇറ്റ് ഈസ് ദി ടോട്ടൽ അസറ്റ്സ്, ദാറ്റ് മീൻസ് ഫിക്സഡ് അസറ്റ്സ് പ്ലസ് കറണ്ട് അസറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോട്ടൽ അസറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡിൽ നിന്നും എന്ത് ഡിഡക്റ്റ് ചെയ്യുക, കറണ്ട് ലയബിലിറ്റീസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ഓർ അതർവൈസ് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലും റിസർവ്സും ഡിബഞ്ചേഴ്സും അതിൻ്റെ കൂടെ അതർ ലോങ് ടൈം ലോൺസും കൂടെ ചേർന്നാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് എലമെൻറ്റും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡേറ്റ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിന് പകരം റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നാണ് പറയുക. കാരണം ഇറ്റ് മേ ബി ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കുക, നെറ്റ് ഫിക്സ്ഡ് അസറ്റിൻ്റെ ടോട്ടൽ തന്നിട്ടുണ്ട് 2,50,000. ഓക്കെ, ഇനി കറണ്ട് അസറ്റ് എത്രയാണ്, 1,50,000. കറണ്ട് ലയബിലിറ്റീസ് 75,000 എന്ന് പറയുന്നുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് 1,06,000 ആണ്. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 24,000, സെല്ലിംഗ് എക്സ്പെൻസസ് 30,000, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് 12,000, ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 14,000, നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 26,000. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100 ആണ്. സോ ഫസ്റ്റ്ലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ഞാൻ പറഞ്ഞു രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്താലും പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. അതല്ല നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റും ടാക്സും ആഡ് ചെയ്താലും എന്ത് കിട്ടും, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് വെച്ചിട്ട് ആണ് ഗ്രോസ് പ്രോഫിറ്റ് മീൻസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, 1,06,000. ഇനി അതിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയാൻ പറ്റുന്ന ഏതൊക്കെയാണ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും. ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 24,000ഉം സെല്ലിംഗ് എക്സ്പെൻസസ് 30,000ഉം. ടോട്ടൽ 54,000. 1,06,000ൽ നിന്നും 54,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്ര കിട്ടും, 52,000 കിട്ടും. ഇത് ഒരു മെത്തേഡ്. ഇനി രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്, അതാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആഡ് ചെയ്താലും പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞു. അതും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ 26,000 ആണ്, ഇൻട്രസ്റ്റ് 12,000 ആണ്, ടാക്സ് പ്രൊവിഷൻ 14,000 ആണ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റും ടാക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 52,000 വരും.
അത് തന്നെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എങ്ങനെ, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. സെയിം ആണ്, അത് തന്നെയാണ്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. അപ്പം ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. ടോട്ടൽ നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2,50,000 ആണ്. കറണ്ട് അസറ്റ് 1,50,000 ആണ്. അതിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് 75,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3,25,000 ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് 3,25,000. ഇപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ്, നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് കാണുക? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് 3,25,000 ഇൻറ്റു 100. അപ്പോൾ ഈ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പെർസെൻറ്റേജിലാണ് സാധാരണ വരിക. ഇൻറ്റു 100 നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 16% ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു കേസിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഒരു ഐഡിയൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 17% ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോയിൽ വരുന്നതാണ്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റേഷ്യോ ആയതുകൊണ്ട് തന്നെ ദിസ് ഇസ് ആൻ ഐഡിയൽ റേഷ്യോ. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഏതെന്ന് പറയുന്നത്? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നും പറയും. ഓക്കെ.